ഇപ്പോൾ ഇറാൻ വിഷയത്തിൽ നേറ്റോ സഖ്യത്തിന്റെ നിലപാട് നിരാശാജനകമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതികരിച്ചു. ഇറാൻ ആണവായുധം സംഭരിക്കുന്നത് വെല്ലുവിളിയെന്ന് നേറ്റോ രാജ്യങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ ഇറാന്റെ ആണവ നിരായുധീകരണത്തിന് നേറ്റോ സഹകരിക്കുന്നില്ല എന്നും മാർക്കോ റൂബിയോ പറഞ്ഞു. ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. There are many countries in NATO that agree with us that Iran can't have a nuclear weapon, that Iran is a threat to the world. So the president said, fine, I'm going to do something about it. He's not asking them to commit troops. He's not asking them to send their fighter jets in, but they refuse to do anything. So I think the president looks at that and says, hold on a second. If all these countries around the world agree with us that Iran can't have a nuclear weapon, that this regime is a threat to world peace and security, that already have missiles that can reach Europe. They don't have missiles that can reach America yet, but they have missiles that can reach Europe. We're actually step forward and do something about it, and everyone goes into hiding. Yeah, I think we're very upset about that. The president has made that very clear. ഐസൻ ട്രംപിന് പിന്നാലെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ശക്തമായ കൃത്യമായ വ്യക്തമായ നിലപാടുകൾ പറയുന്നുണ്ട്. എന്താണ് വെല്ലുവിളി എന്നാണ് ഇദ്ദേഹം പറയുന്നത്? ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാം ഐസൻ? തീർച്ചയായും നേരത്തെ ട്രംപ് പറഞ്ഞതിനെ ഒരു തുടർച്ചയെന്ന് തന്നെയാണ് മാർക്കോ റൂബിയോയുടെ സ്റ്റേറ്റ്മെൻറ്റിനെയും നമുക്ക് കണക്കാക്കേണ്ടത്. ആണവ സംവിധാനങ്ങൾ, അതായത് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ സംഭരിച്ചു വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അത് പരിഹരിക്കുന്ന ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുന്നതിനുള്ള നിരവധിയായ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എങ്കിലും നേറ്റോ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഇതിന് അനുകൂലമായ നിലപാടില്ല എന്ന് തന്നെയാണ് മാർക്കോ റൂബിയോ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നേറ്റോ രാജ്യങ്ങൾ ഈ കാര്യത്തിൽ ഒരു നിലപാടില്ലാത്ത രീതിയാണ് സ്വീകരിച്ചു കൊണ്ടുവരുന്നത്. അത് നിരാശാജനകമെന്ന് ട്രംപ് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ് നേറ്റോ രാജ്യങ്ങളുടെ ഇടപെടൽ ആവശ്യമാണ് എന്ന നിലപാട് ട്രംപ് മുന്നോട്ട് വെച്ചപ്പോൾ ഈ ആക്രമണം നടന്ന സമയത്ത് തന്നെ, ഇറാനെതിരെ സൈനിക നടപടി നടന്ന സാഹചര്യത്തിൽ തന്നെ അതിനൊന്നും തയ്യാറല്ലാത്ത ഒരു നിലപാട് നേറ്റോ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും മറ്റു ചില നീക്കങ്ങൾ, അതായത് റഷ്യയും അതുപോലെ തന്നെ ബ്രിട്ടനൊക്കെ എടുക്കുന്ന ചില നീക്കങ്ങൾക്ക്, റഷ്യയുടെ നീക്കങ്ങൾക്ക് അനുകൂലമല്ല എങ്കിൽ കൂടി ബ്രിട്ടൻ്റെയും അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെയും ഒക്കെയുള്ള ചില നീക്കങ്ങൾക്കൊപ്പമാണ് നേറ്റോ രാജ്യങ്ങൾ നിന്നത് എന്നൊരു എതിർപ്പാണ് ഇപ്പോൾ മാർക്കോ റൂബിയോ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അത് നിരാശാജനകമാണ്. ഈ ആണവ സംഭരണം, ആണവായുധം നിർമ്മിക്കുന്നതിന് എതിരാണ്. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന് നേറ്റോ രാജ്യങ്ങൾ എതിരാവുകയാണെങ്കിലും ഒരു നടപടിയിലേക്ക് നീങ്ങാൻ അവർ തയ്യാറാകുന്നില്ല. ഏതെങ്കിലും സൈനിക വിന്യാസമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളോ അല്ല നേറ്റോ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടത് എങ്കിൽ കൂടി അക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാനോ കൃത്യമായൊരു നീക്കം നടത്താനോ ഒരു അപലപിക്കുന്ന നിലപാടെങ്കിലും സ്വീകരിക്കാനോ നേറ്റോ രാജ്യങ്ങൾ എന്ന നിലയ്ക്ക് തയ്യാറാകുന്നില്ല എന്ന ഒരു എതിർപ്പ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്ന് തന്നെയാണ് നിലപാട് നിരാശാജനകമാണ്. ആണവ നിരായുധീകരണം അതിനൊരിക്കലും സമ്മതിക്കില്ല എന്ന തരത്തിലുള്ള നിലപാടുകൾ തന്നെയാണ് അമേരിക്ക തുടർച്ചയായി സ്വീകരിക്കുന്നത്.